കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ആഞ്ജനേയസ്വാമിക്ക് നമസ്കാരം. ഇനി നമുക്ക് 29 ചെയ്ത്, അതായത് അഞ്ജലിബദ്ധനായിട്ട് നമ്രശിരസ്കനായി ഹൃദയം പരിശുദ്ധമായിട്ടുള്ള ഹനുമാൻ മുമ്പിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രീരാമന് വളരെ കാരുണ്യം തോന്നി. ജ്ഞാനോപദേശത്തിന് അർഹനാണെന്ന് തോന്നി. ആര്? ഹനുമാനി വേറെ ഒന്നും ആഗ്രഹിക്കണമില്ല. അപ്പം ഇനി നമുക്ക് 30ലേക്ക് പോവാം. 29 നമ്മൾ ചെയ്തത്, അവസാനം 30 പോവാം. രാമ സീതാമുവാചേദം ബ്രൂഹി തത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പാത്രം നൗ നിത്യഭക്തിമാൻ. അപ്പോൾ സീതയോട് പറയാണ്, ശ്രീരാമൻ എന്താ പറഞ്ഞറിയോ സീതയോട്? രാമൻ സീതയോട് ഇതം ഇങ്ങനെ ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞ? ഹനുമാന് തത്വം, പരമാർത്ഥം എന്താണ്? ജ്ഞാനം തന്നെ. ബ്രൂഹി ഉപദേശിക്കൂ, പറഞ്ഞു കൊടുത്താലും. നിഷ്കൽമഷ, ഒരു കളങ്കവും ഇല്ലാത്തവനാണ്. ജ്ഞാനസ്യ പാത്രം, ജ്ഞാനം അർഹിക്കുന്ന, ജ്ഞാനത്തിന് പാത്രമാണ്. എന്തുകൊണ്ടും ജ്ഞാനം ഡിസേർവ് ചെയ്യുന്ന, പാത്രം എന്ന് പറഞ്ഞാൽ അതാണ്. ജ്ഞാനം ഡിസേർവ് ചെയ്യുന്ന, അർഹിക്കുന്ന ആളാണ്. നമ്മൾ രണ്ടുപേരെയും നിത്യഭക്തിമാൻ, നമ്മൾ രണ്ടുപേരോടും നിത്യഭക്തി ഉള്ളവനുമാണ്. അതുകൊണ്ടാണ് ഉപദേശിക്കു പറഞ്ഞത്. ഹനുമാൻ നമ്മുടെ മുമ്പിൽ നിൽക്കണ ഈ മാരുതി പരമനിഷ്കളങ്കനാണ്. ഇവൻ നമ്മളെയുള്ള ഭക്തി കൊണ്ട് ഇവൻ്റെ എല്ലാ ദുരിതങ്ങളും എല്ലാ കൽമഷങ്ങളും നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവി സത്യമായിട്ടുള്ള ജ്ഞാനത്തെ ഇവന് ഉപദേശിക്കൂ, ഇവന് വേറൊന്നിനും ആഗ്രഹമില്ല എന്ന് ശ്രീരാമദേവൻ സീതാദേവിയോട് പറഞ്ഞു. അപ്പം 30 വായിച്ച് 31 ചെയ്യാം. രാമ സീതാമുവാചേദം ബ്രൂഹി തത്വം ഹനുമതേ നിഷ്കൽമഷോയം ജ്ഞാനസ്യ പാത്രം നൗ നിത്യഭക്തിമാൻ. ജ്ഞാനമൊക്കെ അർഹിക്കണവർക്ക് മാത്രമേ ഉപദേശിക്കാവൂ, പാത്രത്തിനെ ഉപദേശിക്കാവൂ എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് പറയും. ശരിക്കും ജ്ഞാനം അർഹിക്കണവർക്കല്ലാതെ അത് ഉപദേശിച്ചാൽ അത് വ്യർത്ഥാവുമെന്ന് മാത്രമല്ല, അതിനെ ദുരുപയോഗപ്പെടുത്തും ചെയ്യുക. അതാണ്. അതുകൊണ്ട് ശരിക്കും നല്ല സാത്വികത വന്ന, പരിശുദ്ധി വന്നവർക്ക് മാത്രമേ ജ്ഞാനം ഉപദേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിലയിൽ എത്തിയിരുന്നു ഹനുമാൻ. അതുകൊണ്ടാണ് ശ്രീരാമൻ പറഞ്ഞത്. 31 തഥേതി ജാനകി പ്രാഹ തത്വം രാമസ്യ നിശ്ചിതം ഹനുമതേ പ്രപന്നായ സീതാ ലോകവിമോഹിനി. ലോകവിമോഹിനി ചെന്താ? ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആര്? ജാനകി, സീത, ജനകൻ്റെ മകളായിട്ടുള്ള സീത. ജാനകി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ജനകൻ്റെ പുത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ജാനകിയായിട്ടുള്ള സീത തഥായിതി, ശരി, തഥായിതി മീൻസ് ഓക്കെ, ശരി എന്ന് പറഞ്ഞ് രാമസ്യ തത്വം, രാമൻ്റെ തത്വത്തെ നിശ്ചിതം, വേണ്ട പോലെ അല്ലെങ്കിൽ നിശ്ചയമായി പ്രപന്നായ ഹനുമതേ, അതായത് ശരണാഗതി അടഞ്ഞിരിക്കുന്ന ഹനുമാനായിക്കൊണ്ട് പ്രാഹ പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ തത്വം, ശ്രീരാമതത്വം ശരണാഗതി അവരുടെ മുമ്പിൽ
ശരണാഗതി അടഞ്ഞിരിക്കുന്ന ഹനുമാനായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു കൊടുത്തു എന്നാണ്. ഈ എന്താണ് ശ്രീരാമഭഗവാന്റെ വാത്സല്യപൂർവ്വമുള്ള വാക്ക് കേട്ടപ്പോൾ പിന്നെ സീതാദേവിക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. കാരണം ശ്രീരാമൻ പറഞ്ഞാൽ പിന്നെ സംശയിക്കാമല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ മുമ്പിൽ ശരണാഗതി അടഞ്ഞിരിക്കുന്ന ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ രാമതത്വത്തിൻ്റെ രഹസ്യം ഉപദേശിക്കാൻ തുടങ്ങി. തഥേതി ജാനകി പ്രാഹ തത്വം രാമസ്യ നിശ്ചിതം ഹനുമതേ പ്രപന്നായ സീത ലോകവിമോഹിനി. സീത ലോകവിമോഹിനി എന്നാണ് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി 32 രാമം വിദ്ധി പരം പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധിവിനിർമുക്തം സത്താമാത്രമഗോചരം. സീതോവാച എന്ന് പറയുന്നത് സീതാണ്, സീതയുടെ വാക്കാണ്. സീതോവാച എന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വായിക്കുന്നതിന് മുമ്പേ അത് വായിച്ചില്ല, അത് വിട്ടു. സീതോവാച രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധിവിനിർമുക്തം സത്താ മാത്രം അഗോചരം. എന്താ പറഞ്ഞത്? രാമനെ സച്ചിദാനന്ദം, സത്തും ചിത്തും ആനന്ദവും ആയിട്ട് കാണണം. സച്ചിദാനന്ദ സ്വരൂപനായിട്ട്. അദ്വയം, അതായത് രണ്ടാമതൊന്നില്ലാത്തവൻ, അദ്വൈത ശക്തി. സർവോപാധി വിനിർമുക്തം, ഒരു ഉപാധികളും ഇല്ല, എല്ലാ ഉപാധികളിൽ നിന്നും മോചിതൻ, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസും ഇല്ല. മായയുടെ ഒരു ലിമിറ്റേഷൻസും ഇല്ല. മായയുടെ എന്നല്ല, ഒന്നിൻ്റെ ഇല്ല, പക്ഷെ മായയുടെ ആണല്ലോ ലിമിറ്റേഷൻസ് മുഴുവൻ. അതുകൊണ്ട് പിന്നെയോ സത്ത മാത്രം, എല്ലാറ്റിൻ്റെയും, ഈ ലോകത്തിൻ്റെ മുഴുവൻ സത്താണ്, ദ എസൻസ് ഓഫ് ദ വേൾഡ്. അഗോചരം, അതായത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും കാണാൻ സാധിക്കാത്തതാണ്. പരംബ്രഹ്മ, പരബ്രഹ്മം തന്നെയാണ്. വിധി, അറിഞ്ഞുകൊള്ളുക. രാമൻ സാധാരണ ഒരു മനുഷ്യനല്ല, പരബ്രഹ്മം തന്നെ ശരീരം പൂണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നതാണ് എന്നാണ് പറഞ്ഞ്. അപ്പോൾ ശ്രീരാമനെ ഒരു തരത്തിലും സംശയിക്കേണ്ട. എന്താണ് ശ്രീരാമൻ ഒരു തരത്തിലും സംശയിക്കേണ്ട. ശ്രീരാമൻ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ്, ഒരു ഉപാധികളും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് ശ്രീരാമൻ ഒരു തരത്തിലും ഒരു ഉപാധികൾക്കും അധീനനല്ല എന്ന് പ്രത്യേകിച്ച് ഹനുമാൻ സീതയോട് പറയണം. അതായത് സത്ത് ചിത്ത് ആനന്ദാണെന്ന്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുഴുവൻ കാരണവും അദ്വൈത ശക്തിയായിട്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ, സംഹാരം കൂടി കഴിഞ്ഞ് ലയിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഇല്ലാതെ ആവുമ്പോൾ അദ്വൈത ശക്തിയായിട്ട് നിൽക്കുന്നത് ആരാണ്? അതും രാമനാണ്. അപ്പോൾ നമ്മളെ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ഊഹിക്കാനോ കാണാനോ കഴിയാത്തതാണ്. അതായത് നമുക്ക് സാധാരണ സാധനങ്ങളൊക്കെ കാണുമല്ലോ, അതുപോലെ ഒന്നും, എന്നാൽ അതേസമയം ഈ ലോകത്തിൻ്റെ മുഴുവൻ സത്തയാണ്. അങ്ങനത്തെ പരബ്രഹ്മം തന്നെയായി പ്രകാശിക്കുന്ന ആ ശ്രീരാമനാണ്. ശ്രീരാമൻ ആദ്യം പറഞ്ഞു, ശ്രീരാമൻ ആരാന്നാണ് പറഞ്ഞത്. അത് എത്ര നന്നായിട്ടാണ് പറഞ്ഞിരിക്കണ എഴുത്തച്ഛൻ. നോക്കൂ, വീരന്മാർ ചൂടും മകൂടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലും നീ. ഹനുമാനോട് പറയണം സീത. എന്താ പറയണ? ഇതന്നെ പറയണ കേട്ടോ. നോക്കൂ, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം. എക്സാക്ട്ലി സെയിം വേർഡ്സാണ്. നോക്കൂ, സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ
ശ്രീരാമദേവനെ നീ. ശരിക്കും അധ്യാത്മരാമായണത്തിൽ നിന്ന് അങ്ങോട്ട് അതുപോലെ എഴുതിയിരിക്കുകയാണ് എഴുത്തച്ഛനെ. അപ്പോൾ അതന്നെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് 33 ചെയ്യാം. 32 കഴിഞ്ഞു. 32 ഞാൻ വായിച്ചില്ല തോന്നുന്നു. രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രമഗോചരം. അപ്പോൾ നമ്മൾ എവിടെ ശ്രീരാമൻ ഇവിടെ നമ്മൾ പറയുമ്പോഴും രാമായണത്തിൽ പരബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നാണ് പറയണത്. എന്നാലേ ആ കഥ ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. 33 ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശം അകൽമഷം. എന്താണ്? ആനന്ദം തന്നെ. അത് പറഞ്ഞല്ലോ, സച്ചിദാനന്ദം ആനന്ദ സ്വരൂപനാണ്, നിർമ്മലനാണ്, ശുദ്ധനാണല്ലേ. പിന്നെയോ അതായത് ഒരു തരത്തിലുള്ള കൽമഷവും ഇല്ല. അതായത് സത്വഗുണം മാത്രമേ ഉള്ളൂ. ശാന്തനാണ്, നിർവികാരനാണ്, ഒരു വികാരങ്ങളും ഇല്ല. അതായത് ഒരു മാറ്റങ്ങളൊന്നുമില്ല, എപ്പോഴും ഒരേപോലെ നിൽക്കാൻ നിർവികാരം. മറ്റേതിപ്പോൾ ഈ മായെന്ന് വികാരം ഉണ്ടായിട്ടാണല്ലോ എല്ലാം ഉണ്ടായത്, പഞ്ചഭൂതങ്ങളൊക്കെ. അപ്പോൾ ആ വികാരത്തിനൊന്നും അധീനനല്ല, നിർവികാരനാണ്, പരിണാമങ്ങളൊന്നുമില്ല. പിന്നെയോ നിരഞ്ജനനാണ്, അതായത് ഒരു തരത്തിലുള്ള തമോ ഗുണമില്ല, തമസേയില്ല. സർവവ്യാപിനം, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആത്മാനം, എല്ലാവരുടെയും ആത്മാവാണ്. അകൽമഷം, പാപമേയില്ല. സ്വപ്രകാശം, സ്വയം പ്രകാശസ്വരൂപനാണ്. രാമം വിദ്ധി, അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയാണ്. അതും എത്ര നന്നായി പറഞ്ഞിരിക്കണു നമ്മളോട്. ഇതന്നെ മലയാളത്തിൽ മലയാളവും സംസ്കൃത പദങ്ങൾ ധാരാളം ഉണ്ട്. അങ്ങനത്തെ മലയാളത്തിൽ എന്താ പറഞ്ഞത്? നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞു കൊണ്ടാലും നീ. കണ്ടില്ലേ? അപ്പോൾ വളരെ വളരെ നമുക്ക് ആനന്ദസ്വരൂപനാണ്. പിന്നെയോ രജോ ഗുണോ തമോ ഗുണോ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാത്ത ശുദ്ധസത്വ സ്വരൂപിയാണ്. ഒന്നിനോടും, അതായത് ഇങ്ങനെ രജോ ഗുണവും തമോ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശാന്തനാണ്. പിന്നെയോ ജനനം, പിന്നെ കുറച്ച് വലുതാവല, അതങ്ങനത്തെ പരിണാമങ്ങളെ, വാർദ്ധക്യം, യൗവനം, നാശം, അങ്ങനത്തെ ഒന്നും ഭഗവാനില്ല. അതാണ് നിർവികാരം എന്ന് പറഞ്ഞത്. പിന്നെയോ 5-6 കാര്യങ്ങളുണ്ടാ പറഞ്ഞില്ലേ? അതായത് പിന്നെ എന്താണ്? ജനിക്കുക, ഞാനുണ്ടെന്നുള്ള ബോധത്തോടെ ഇരിക്കുക, വർദ്ധിക്കുക, പിന്നെ എന്താണ്? ക്ഷയിക്കുക, നശിക്കുക, അങ്ങനെ സാധാരണ എല്ലാവർക്കും ഉള്ള അതൊന്നും ഇല്ല എന്നത്തെ. അതാണ് വികാരങ്ങളില്ല. 6 വിധം വികാരങ്ങളും ഇല്ല. പിന്നെയോ എപ്പോഴും പ്രകാശിക്കുന്ന, ആദിത്യനെ പോലെ പ്രകാശിക്കുന്നവനാണ്. പിന്നെയോ എപ്പോഴും തമസയില്ല എന്ന് പറഞ്ഞു വരും അല്ലേ. പിന്നെ ആത്മാവ് തന്നെയാണ് എല്ലാവരുടെയും, സർവവ്യാപിയാണ്, സർവാന്തര്യാമിയാണ്. അങ്ങനത്തെ ആളാണ്, അങ്ങനത്തെ ശക്തിയാണ് ശ്രീരാമന് അറിഞ്ഞുകൊണ്ടാലും. ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശം അകൽമഷം. ഇനി 34 മാം വിദ്ധി മൂലപ്രകൃതിം സർഗസ്ഥിത്യന്തകാരിണീം തസ്യ സന്നിധി മാത്രേണ സൃജാമീതമപന്ത്രിത. ഇനി സീതാദേവി അവനെ പറ്റിയും പറയുന്നുണ്ട്. എന്താ അറിയോ? മാം, എന്നെ, സ്ഥിത്യന്തകാരിണീം, ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടി സംഹാരം എന്നിവയെ നടത്തുന്ന മൂലപ്രകൃതിയാണ് ഞാൻ, മായയാണെന്ന്. ഞാൻ ശ്രീരാമൻ പരബ്രഹ്മാണ്, ഞാൻ മായയാണ്. ആ പരമാത്മ ചൈതന്യമാണ് ശ്രീരാമൻ. ഞാൻ മൂലപ്രകൃതി. പറഞ്ഞാൽ എന്താ? മായ. ആ മായയെ ഉപയോഗിച്ചിട്ടാണല്ലോ പ്രപഞ്ചം ഉണ്ടാക്കിയത്. അതാണ് സൃഷ്ടി സംഹാരം നടത്താൻ
ഉപയോഗിക്കുന്ന മൂലപ്രകൃതിയാണ് ഞാൻ. പിന്നെയോ മൂലപ്രകൃതി ഓക്കെ എന്ന വിധി അറിഞ്ഞുകൊള്ളുക. തസ്യ അവൻ്റെ ശ്രീരാമസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ, അതായത് ശ്രീരാമൻ ഈ പരബ്രഹ്മമായിരിക്കുന്ന ആ ശക്തിയുടെ സാന്നിധ്യത്തിൽ, സന്നിധി മാത്രേണ, എന്ത് സന്നിധി മാത്രേണ പറഞ്ഞാൽ ആ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് എന്ത് അതന്ത്രിത, ഒരു ഉറക്കം അല്ലെങ്കിൽ ഉറക്കച്ചടവ് അല്ലെങ്കിൽ ആലസ്യമില്ലാതെ ഇതിനെ ലോകത്തെ സൃജാമി, ഞാൻ സൃഷ്ടിക്കുന്നു. ഞാനാണ് സൃഷ്ടിക്കണ, മായയാണ് ശരിക്കും, മായ എന്നാണല്ലോ ലോകം മുഴുവൻ ഉണ്ടായത്. പക്ഷേ ഞാൻ, എൻ്റെ പിന്നിലുള്ള ശക്തി ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ തന്നെ എന്ന് പറഞ്ഞില്ലേ, ആ സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ ശക്തി കൊണ്ടാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഞാൻ മൂലപ്രകൃതി, ഞാൻ മായയാണ്. പക്ഷേ ഈ മായയെ ഉപയോഗിച്ചിട്ട് ആരാ സൃഷ്ടിക്കണ ഈ ലോകത്തിനെ? ഭഗവാൻ. ഞാൻ എന്നിൽ കൂടിയാണ്, പക്ഷെ എനിക്ക് ആ ശക്തി ഇല്ലാതെ എനിക്കിത് പറ്റില്ല. എൻ്റെ പിന്നിലെ ശക്തിയും കൂടിയാണ്, മായയ്ക്കും കൂടിയും കാരണമാണ് ആര്? ഈ പറഞ്ഞ ശ്രീരാമൻ. അതാണ് പറഞ്ഞത്. അതായത് സർവകാരണം, സർവവ്യാപിനം, സർവാത്മാനം, സർവജ്ഞം. അതാണ് എന്താണ് എഴുത്തച്ഛൻ്റെ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എല്ലാമാണ് ഞാൻ. മൂലപ്രകൃതിയാണ്, സർഗസ്ഥിതിക്കൊക്കെ ഉള്ള കാരണം ഞാനാണ്. പക്ഷേ എന്നെ ഇത് ചെയ്യിപ്പിക്കുന്ന ശക്തി ആ പരബ്രഹ്മാണ്. അതായത് ആ ശക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രം, സാന്നിധ്യം മാത്രേണ പറഞ്ഞു രണ്ടാമത്തെ വരിയിലേ, ആ ശക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് എനിക്ക്, ഞാൻ ആലസ്യം വിട്ട് ഈ ജഗൽ സൃഷ്ടിക്ക് റെഡിയാവണത്. അല്ലേ? നമ്മൾ നാരായണീയത്തിലൊക്കെ കണ്ടില്ലേ, ഈക്ഷണം ചെയ്തു. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ ഭഗവാൻ ഈക്ഷണം ചെയ്തു പറഞ്ഞാൽ എന്താ? എനർജി കൊടുത്തു. അപ്പോഴാണ് മായെന്ന മഹത്തത്വം വേർതിരിഞ്ഞു. ആ മഹത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം മൂന്നായി പിരിഞ്ഞു. സത്വഗുണാഹങ്കാരത്തിൽ നിന്ന് മനസ്സും പിന്നെ എന്താണ് അന്ധക്കരണവും അധിഷ്ഠാന ദേവതകളും ഉണ്ടായി. രജോ ഗുണത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം ഉണ്ടായി. പിന്നെ തമോ ഗുണത്തിൽ നിന്ന് ആദ്യം ശബ്ദം, അങ്ങനെ 5 തന്മാത്രകളും 5 ഭൂതങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞല്ലേ പിന്നെ ബ്രഹ്മാണ്ടം ഉണ്ടായി. അത് 14 ലോകമായിട്ട് പിളർന്നു. അതിൽ വിരാട് പുരുഷൻ നിന്നു. നമ്മളതൊക്കെ കണ്ടില്ലേ? അപ്പോൾ മായയെ ഭഗവാൻ കൊടുത്ത എനർജി ഉപയോഗിച്ചിട്ടാണ് മായ വിജൃംഭണം ചെയ്ത അല്ലെങ്കിൽ വർദ്ധിച്ച ഈ ലോകമായ തന്നെ. അല്ലാണ്ട് മായയ്ക്ക് ഭഗവാന്റെ എനർജി ആ ഈക്ഷണം ഇല്ലായിരുന്നെങ്കിൽ മായ ഒന്നും ചെയ്യില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഭഗവാന്റെ ആ ശ്രീരാമസ്വരൂപൻ ആയിട്ടുള്ള, ശ്രീരാമനായിട്ട് ഇപ്പം നമ്മൾ പറയണ ആ പരമാത്മസ്വരൂപിയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഞാൻ ഈ ജഗൽ സൃഷ്ടിക്ക് കാരണമായിത്തീർന്നത്. അപ്പം എൻ്റെയും കൂടിയും കാരണമാണ് എന്നാണ് സീതാദേവി പറയണത് കേട്ടോ. അപ്പോൾ 34 വായിച്ച് നമുക്ക് 35ലേക്ക് പോകാം. മാം വിദ്ധി മൂലപ്രകൃതിം സർഗസ്ഥിത്യന്തകാരിണീം തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിത. എൻ്റെ ഉറക്കച്ചടവ് വിട്ട് ഞാൻ സൃഷ്ടിക്ക് ഒരുങ്ങിയത് ഈ ഒരൊറ്റ ഭഗവാൻ തന്ന ആ ഈക്ഷണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ശക്തി കൊണ്ടാണ്. ഇനിയോ 35. തൽ സാന്നിധ്യാന്മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ ബുധൈഃ അയോധ്യാനഗരേ ജന്മ രഘുവംശേതി നിർമ്മലേ. എന്താ പറയണ വെച്ചാൽ, ഈ രാമചന്ദ്രൻ സ്വാമി എല്ലാറ്റിനും സാക്ഷിയും, ഒന്നിൻ്റെയും കർത്താവുമല്ല, ഒന്നിൻ്റെയും ഭോക്താവുമല്ല, ശരിക്കുള്ള പരമാത്മാവാണ്. ഞാൻ ആ രാമചന്ദ്രസ്വാമിക്ക്
ആ രാമചന്ദ്രസ്വാമിയുടെ അധീനതയിലുള്ള മൂലപ്രകൃതിയാണ് ഞാൻ. അതാണ് പറഞ്ഞതല്ലോ. അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ എല്ലാം ചെയ്യണത്. അല്ലാണ്ട് എനിക്ക് ശരിക്കും തന്നെ ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് എല്ലാം പറ്റുന്നു. ആ പരമാത്മാവായ രാമൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് എല്ലാറ്റിനും ശക്തി ഉണ്ടായി. എല്ലാറ്റിൻ്റെയും കർത്താവ് ശരിക്കും രാമനാണ്, എല്ലാം രാമനാണ് ചെയ്യണത് എന്ന് തോന്നും. എന്നാൽ രാമനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാം ഞാനാ ചെയ്യണത്. ആരാ പറയണ? സീത, മൂലപ്രകൃതി, മായ. രാമൻ അവിടെ ആ ശക്തിയായിട്ട് നിൽക്കണേ ഉള്ളൂ, സാക്ഷി മാത്രമായിട്ട്. ചെയ്യണതൊക്കെ ഞാനാ. എൻ്റെ ശക്തി ആരാ? രാമനാണെന്ന് മാത്രം. രാമസാന്നിധ്യമാണ് എൻ്റെ ശക്തി. അപ്പോൾ എനിക്ക് രാമനില്ലാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ രാമനും അതെ, ഒന്നും ചെയ്യില്ല തന്നെ, എന്നെ ഉപയോഗിച്ചിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇല്ല. അജ്ഞാനികളുടെ ദൃഷ്ടിയിലാണ് ഞങ്ങൾ വേറെ വേറെ ആയിട്ട് പുരുഷനും പ്രകൃതിയായിട്ട് കാണുന്നതെന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ ഈ 35 എന്താണ്? തൽ സാന്നിധ്യാൽ, ആ രാമൻ്റെ സാന്നിധ്യം ഹേതുവായിട്ടും മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടത്, മായ കൊണ്ട് അബുധൈഹി അബുധൈഹി അജ്ഞാനികൾ, വിവേകമില്ലാത്തവർ അവനിൽ ആരോപിക്കപ്പെടുന്നു. എല്ലാം ഭഗവാനാ സൃഷ്ടിച്ചെന്ന് അറിയാത്തവരാ പറയണത്. ഞാനാണ് സൃഷ്ടിക്കണത്, പക്ഷേ ഭഗവത് ശക്തിയുടെ സാന്നിധ്യത്തിൽ എന്ന് പറയുകയാണ് സീത. അയോധ്യാനഗരത്തിൽ അതിനിർമ്മലെ, ഏറ്റവും പരിശുദ്ധമായ രഘുവംശത്തിൽ ജന്മ ഉദ്ഭവം. എന്താ വെച്ചാൽ ഈ ശ്രീരാമ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ശക്തിയിലാണ് ഞാൻ ഈ ജഗത്ത് മുഴുവൻ സ്ഥിതി സംഹാരം നടത്തുന്നത്. അതറിയാത്തവർ ശ്രീരാമ തത്വം അറിയാത്തവരാണ് ശ്രീരാമനാണ് സൃഷ്ടിക്കണമെന്ന് പറയണത്. അതായത് രാമാവതാരത്തിൻ്റെ, അതായത് എന്നിട്ട് പറയാണ്, ഞാൻ ഇനി രാമൻ്റെ കഥ വിസ്തരിച്ച് പറയാം. എങ്ങനെ രൂപെടുത്ത് ഭൂമിയിൽ വന്ന കഥ ഞാൻ വിസ്തരിച്ച് പറയാം. പക്ഷെ അത് പറയാനതിൻ്റെ മുമ്പ് ഒന്ന് മനസ്സിലാക്കണം, ശ്രീരാമൻ ആണ് ആ പരമാത്മ ചൈതന്യം. ആ പരമാത്മ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ സൃഷ്ടി മുഴുവൻ നടത്തുന്നത്. ശ്രീരാമൻ ഭഗവാൻ ഒരു സൃഷ്ടി നടത്തുന്നില്ല. അവിടെ എല്ലാറ്റിൻ്റെയും കാരണമായിട്ട്, എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ശക്തിയായി വർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനാണ് സൃഷ്ടി നടത്തുന്നത്. രാമനില്ലാതെ ഞാനില്ലാതെ രാമനോ ഉള്ള ഒരവസ്ഥയില്ല. ഞങ്ങളെ ഞാൻ ചെയ്യുന്ന ഈ സൃഷ്ടി ശ്രീരാമനിൽ ആരോപിക്കുന്നത് വെറും അജ്ഞാനം കൊണ്ടാണ്. രാമൻ സർവ ജഗത് സാക്ഷിയാണ്, പരമാത്മസ്വരൂപിയാണ്, സ്വയം പ്രകാശ സ്വരൂപനാണ് എന്ന് പറഞ്ഞ് നമുക്ക് 35 വായിച്ചവിടെ നിർത്താം. എന്നിട്ട് പറയാൻ പോവുകയാണ്, അയോധ്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞുവല്ലോ, രഘുവംശത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഥ പറയും. തൽസാന്നിധ്യാന്മയാ സൃഷ്ടം തസ്മിന്നാരോപ്യതേ ബുധൈഹി. അബുധൈ പറഞ്ഞാൽ എന്താ? ബുദ്ധി, ബോധമില്ലാത്തവർ. അബുധൈ എന്ന് പറഞ്ഞാൽ മീൻസ് വിവേകമില്ലാത്തവർ അല്ലെങ്കിൽ അജ്ഞന്മാർ. അയോധ്യാനഗരേ ജന്മ രഘുവംശേതി നിർമ്മലമായ രഘുവംശത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ഇനി രാമായണ കഥ ചുരുക്കി പറയും. അതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.